മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. പുസ്തക വായനയിൽ ഇന്ന് എൻ്റെ ഉപ്പൂപ്പാക്കൊരു ആനയുണ്ടായിരുന്നു എന്ന നോവലിൻ്റെ തുടർച്ച. കുഞ്ഞു പാത്തുമ്മ അകത്തേക്ക് ചെന്നു. ഉമ്മ എണീറ്റിരിക്കുകയാണ്. അവളെ കണ്ടപ്പോൾ നെഞ്ചത്തടിച്ച് കരയാൻ തുടങ്ങി. ഉമ്മ ചുമ്മാ ഇരി എന്നും പറഞ്ഞ് കുഞ്ഞു പാത്തുമ്മ അടുത്ത് ചെന്ന്. അപ്പോൾ ഉമ്മ ഇണക്കത്തോടെ പറഞ്ഞു തുടങ്ങി. അതൊരു പാട്ടുപോലെയാണ്. ഉമ്മ പറഞ്ഞു, തടകിയോ തടക് മയ്യദ്ദീനെ തടക് മുത്തുനബിയെ തടക് തടകിയോ തടക്. പ്രവാചകനായ മുഹമ്മദ് നബിയാണ് മുത്തുനബി. എവിടെ തടകാനാണെന്ന് കുഞ്ഞു പാത്തുമ്മയ്ക്ക് മനസ്സിലായില്ല. അവൾ ചോദിച്ച്, എവിടെയാണുമ്മ? ഉമ്മ ഇണക്കത്തോടെ തുടങ്ങി. കൈത്തേല്, കാലേല്, കയ്യേല്. നീ മാറിക്കേ. ബാപ്പ അടുത്ത് ചെന്നു ഉമ്മയെ തടകി. ബാപ്പ പറഞ്ഞു, കുഞ്ഞു പാത്തുമ്മ നീ ഇറയത്ത് പോയിരി. അവൾ ഇറയത്തേക്ക് ചെന്നു. അകത്തു നിന്ന് വന്നക്കം പറച്ചിലും മറ്റും കേട്ടു. ഇടക്ക് ഉമ്മ ചോദിക്കുന്നു, എന്നെ കൊന്നിട്ട് വേറെ കെട്ടാനാണല്ലേ? അതിന് ബാപ്പ എന്തു പറഞ്ഞുവെന്ന് കുഞ്ഞു പാത്തുമ്മ ശ്രദ്ധിച്ചില്ല. അവൾ മുറ്റത്തിറങ്ങി ചുമ്മാ അങ്ങുമിങ്ങും നടന്നു. അപ്പോൾ കുറേ ഉച്ചത്തിൽ ബാപ്പ പറയുന്നത് കേട്ടു, ഞമ്മക്കെല്ലായിരിക്കും ഇന്ന് തൗബ ചെയ്യണം. ചെയ്തുപോയ തെറ്റിന് റബ്ബുൽ ആലമീനായ തമ്പുരാനോട് പൊറുതി അപേക്ഷിക്കുക, മേലിൽ തെറ്റ് ചെയ്യാതിരിക്കുക. അത് നല്ല കാര്യമാണ്. പക്ഷെ ആ വീട്ടിൽ തൗബയില്ല. മിക്ക എല്ലാ മുസ്ലിം വീടുകളിലും അതുണ്ടായിരിക്കും. അറബിയിലാണ് അത്. അറബി മലയാളത്തിൽ മുസ്ലിയാക്കന്മാർ എഴുതി അച്ചടിച്ച് വിട്ടിട്ടുണ്ട്. ഏതെങ്കിലും വീട്ടിൽ നിന്ന് ബാപ്പ അത് വാങ്ങിച്ചു കൊണ്ടുവരും. കുഞ്ഞു പാത്തുമ്മ അങ്ങനെ നടക്കുമ്പോൾ ഉമ്മയും ബാപ്പയും കൂടി വരാന്തയിലേക്ക് വന്നു. ഉമ്മ പറയുകയാണ്, എണ്ണയും കൊയമ്പും ഇഞ്ചിയും വേണം. ബാപ്പ അത് മൂളിക്കേട്ടുകൊണ്ട് കുഞ്ഞു പാത്തുമ്മയോട് പറഞ്ഞു, മോളെ, ഉമ്മാക്ക് കുളിക്കാൻ നീ ഉമ്മിണി വെള്ളം കോരി ചൂടാക്ക്. ബാപ്പ എന്നിട്ട് വെളിയിലിറങ്ങിപ്പോയി. കുഞ്ഞു പാത്തുമ്മ വെള്ളം കോരി ഒഴിച്ച് ചൂടാക്കി കൊണ്ടിരിക്കുമ്പോൾ ബാപ്പ എവിടെ നിന്നോ എണ്ണയും കുഴമ്പും ഇഞ്ചയുമായി വന്നു. ഉമ്മ എണ്ണയും കുഴമ്പും മറ്റും പുരട്ടി കുളിക്കാൻ തുടങ്ങുമ്പോൾ ബാപ്പ പോയി. കുഞ്ഞു പാത്തുമ്മ ചോദിച്ചു, ഉമ്മ ചെന്നൊന്ന് കുളിക്കട്ടെ? ഉമ്മ സമ്മതിച്ചു. അവൾ തോർത്തും കുളി കഴിഞ്ഞാൽ മാറ്റാനുള്ള വസ്ത്രങ്ങളും പാളയും കയറുമായി ഇറങ്ങി. ആ ഇറക്കം അവളുടെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം തുറക്കാൻ പോകുന്നു എന്നൊന്നും കുഞ്ഞു പാത്തുമ്മ അറിഞ്ഞില്ല. ഉമ്മ പറഞ്ഞു, അധികം താമസിക്കരുത് കേട്ടോ. അവൾ പറഞ്ഞു, ഇല്ല, ഞാൻ ഇപ്പം വരാം. അവൾ നടന്നു. അപ്പോഴും അവൾ വിചാരിച്ചു, കാറ്റ് വീശിയപ്പോൾ ഇല വീണു പോയിരുന്നെങ്കിൽ. അവൾ ഉള്ളു നൊന്തു പ്രാർത്ഥിച്ചു, റബ്ബുൽ ആലമീനായ തമ്പുരാനെ, കാറ്റ് വീശിയാലും ഞങ്ങളുടെ ആരുടെയും ഇല വീയിക്കല്ലേ.